ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന റോൾസ് റോയ്സിൻ്റെ ഫാൻഡം നിങ്ങൾക്ക് എങ്ങനെ വൈപ്പർ ബ്ലേഡ് സർവീസ് മോഡിലേക്ക് ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. കാരണം ഈ വൈപ്പർ ബ്ലേഡ് നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ മുകളിലോട്ട് ഉയർത്താൻ സാധിക്കത്തില്ല. കാരണം എന്ന് പറയുന്നത് ഇതിനൊരു സർവീസ് മോഡ് ഉണ്ട്. അപ്പോൾ സർവീസ് മോഡ് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ വൈപ്പർ ബ്ലേഡ് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തന്നെ സർവീസ് മോഡ് വൈപ്പർ സർവീസ് മോഡിലേക്ക് ആക്കാതെ ഇതിൻ്റെ വൈപ്പർ ബ്ലേഡ് മാറാൻ ശ്രമിക്കരുത്. അങ്ങനെ മാറാൻ ശ്രമിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതിൻ്റെ ബോണറ്റ് സ്ക്രാച്ച് ആവും, ഇനി അല്ലാന്നുണ്ടെങ്കിൽ വിൻസ്ക്രീൻ ഡാമേജ് ആക്കും. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ റോൾസ് റോയ്സ് വാഹനങ്ങളൊക്കെ വൈപ്പർ ബ്ലേഡ് മാറുന്ന സമയത്ത് പ്രത്യേകം അതിൻ്റെ സർവീസ് മോഡിലേക്ക് ആക്കിയതിന് ശേഷം മാത്രം നമ്മളത് റിപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ വാഹനം സർവീസ് മോഡിലേക്ക് ആക്കുന്നതെന്ന് ഞാൻ കാണിച്ചു. ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിലായിട്ട് കുറേ സ്വിച്ചുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അതേമാതിരി തന്നെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കാണാം, അതേമാതിരി ലൈറ്റിൻ്റെ സ്വിച്ച് കാണാം. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ താഴെ നോക്കുകയാണെങ്കിൽ വൈപ്പറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണാം. ഇനി അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഗിയർ ലിവറിൻ്റെ സ്വിച്ചും കാണാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ വൈപ്പർ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വൈപ്പർ നിങ്ങൾക്ക് ഓണാക്കാൻ സാധിക്കും. പക്ഷേ അതിൽ നമുക്കൊരു സ്റ്റോപ്പില്ല, ഫുൾ ടൈം ഇതേമാതിരി തന്നെ കണ്ടിന്യൂസ്ലി വർക്കാവും. അപ്പോൾ ഇനി സർവീസ് മോഡിലേക്ക് ആക്കേണ്ടത് ആദ്യം തന്നെ വാഹനം ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക. ഇഗ്നിഷൻ ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതേ സെയിം സ്വിച്ച് തന്നെ താഴോട്ട് പ്രസ് ചെയ്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക. കണ്ടല്ലോ, പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വിട്ടതിന് ശേഷം ആ വൈപ്പർ മുകളിലോട്ട് വന്നു. അപ്പോൾ ഇനി നമുക്ക് വൈപ്പർ റിപ്ലേസ് ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട്. ഇനി ഈ വാഹനത്തിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഹൈഡ്രോ ഉപയോഗിച്ചാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഈ സ്വിച്ച് ഉപയോഗിച്ചാണ്. അതേമാതിരി തന്നെ ഇതിൻ്റെ വെഹിക്കിൾ സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വെഹിക്കിളിൻ്റെ ഹിസ്റ്ററി, എന്തൊക്കെയാണ് സർവീസ് ചെയ്തിരിക്കുന്നത്, എപ്പോഴൊക്കെയാണ് സർവീസ് ചെയ്യാനുള്ളത്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതേമാതിരി എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതേമാതിരി തന്നെ സർവീസ് റിമൈൻഡർ എത്രയുണ്ട്, ബാലൻസ് എത്രയുണ്ട്, ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ എത്രയുണ്ട്, എപ്പോഴാണ് ഇതിൻ്റെ ഫുൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ വൈപ്പർ ബ്ലേഡ് നമ്മൾ സർവീസ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ സെയിം പ്രൊസീജിയറാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ സർവീസ് മോഡ് ക്യാൻസൽ ആവും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.